ഓം നമോ ഭഗവതേ വാസുദേവായ. പതിനാ തത്കൃതം സർവം പുത്രരക്ഷണഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമമാത്ര പ്രതിഷ്ഠിതം. ത്രിമാസേ നിർഗതേ ചാഥ സാധേനോ സുഷുവേർഭഗം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ദൃഷ്ട്വാ പ്രസന്നോ വിപ്രസ്തോ സംസ്കാരാൻ സ്വയമാദദേ മത്വാശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗതാഃ. ഭാഗ്യോദയോധുനാ ജാത ആത്മദേവസ്യ പശ്യതാ ദ്വേനാ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. തൽപത്നി തൻ്റെ ഈ വാക്കിലും തെല്ലൂമൊരപ്രിയം കാട്ടിയില്ല പുത്രവത്സലൻ. ആനയിച്ചാൾ അനുജത്തിയെ അക്ഷണം സൂനുവിനോദുന്തുകാരി എന്നിട്ടു പേർ. സർവാംഗസുന്ദരനായി അതിദിവ്യനായി സൗവർണ സുപ്രഭനായി പരിശുദ്ധനായി മിന്നൂമൊരാൺകുഞ്ഞിനെ പ്രസവിച്ചിതു. 3 മാസം കഴിഞ്ഞപ്പോഴുത പശു. അക്കുഞ്ഞിനെ ദ്വിജൻ കണ്ടു സന്തുഷ്ടനായി സംസ്കാര കർമ്മങ്ങൾ താനേ നടത്തിനാൻ. അത്ഭുത സംഭവം കേട്ടു കാൺമാൻ അവിടെപ്പോഴും വന്നു പോയിക്കൊണ്ടിരുന്നു ജനം. കാണുവിൻ ആത്മദേവന്റെ ഭാഗ്യോദയം ധേനുവിൽ നിന്നു കിട്ടി ദിവ്യബാലനെ. നജ്ഞാതം തദ്രഹസ്യം തു കേനാപി വിധിയോഗതഃ ഗോകർണം തം സുതം ദൃഷ്ട്വാ ഗോകർണം നാമ ചാകരോത്. കിയത്കാലേന തൗ ജാതൗ തരുണൗ തനയാ ഉഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ദുകാരി മഹാകലഃ. സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷീ ക്രോധവർദ്ധിതഃ ദുഷ്പരിഗ്രഹകർത്താ ച ശവഹസ്തേന ഭോജനം. അന്യോന്യം ഈ വിധമെല്ലാം പറഞ്ഞഭിനന്ദിച്ചു വിപ്രനെ സർവജനങ്ങളും. സംഗതീതൻ രഹസ്യങ്ങൾ അജ്ഞാതമായി മങ്ങിക്കിടക്കുന്നിതേ ദൈവയോഗത്തിനാൽ. ഗോകർണ തുല്യ ശ്രവണനപുത്രനു ഗോകർണനെന്നു താനിട്ടതു നാമവും. കാലക്രമത്തിൽ വളർന്നു യുവതയിൽ കാലുവെച്ചിടിനാനാ 2 ബാലരും. മിന്നിനാൻ ജ്ഞാനവിജ്ഞാനാദിയാലേ ഗോകർണൻ അന്യൻ മഹാദുഷ്ടനുമായിതു. സ്നാനശൗചാദിരഹീതനായി രുഷ്ടനായി ഹീനപദാർത്ഥം ഭുജിക്കുന്നവനുമായി ദുഷ്ടാംഗനകളെ ആർന്നേടുക മുറവിട്ടിടത്തെക്കരം കൊണ്ടു ഭക്ഷിക്കുക. ചൗരസർവജനദ്വേഷി പരവേശ്മപ്രദീപകഃ ലാളനായാർഭകാൻ ധൃത്വാ സദ്യ കൂഭേ ന്യപാദയത്. ഹിംസകശസ്ത്രധാരീ ച ദീനാന്താനാം പ്രപീഡകഃ ചാണ്ഡാളാവിരധോ നിത്യം പാശഹസ്തശ്വസം ഗതഃ. ലാളിക്കുവാനെന്ന മട്ടിൽ വിളിച്ചുടൻ ബാലകരെ കിണറ്റിൽ തള്ളി വീഴ്ത്തുക. നാനായുധങ്ങൾ ധരിച്ചു നടക്കുക. ദീനാന്ധപാളിയെ മർദ്ദനം ചെയ്യുക. കള്ളം ജനദ്വേഷവും ഹിംസ വീടുകൾ കൊള്ളിവെപ്പെന്നിവ ചെയ്യുന്നവനുമായി ക്രൂരചണ്ഡാള സഹവാസിയായി പാശധാരിയായും തീർന്നു ദുന്ദുകാരിധ്വജൻ. തേന വേശ്യാകുസംഘേന പിത്ര്യം വിത്തം തു നാശിതം ഏകദാ പിതരൗ താഢ്യ പാത്രാണി സ്വയമാഹരത്. താത സമ്പത്തു മുടിച്ചു മുഴുക്കെ ഈ പാതകി വേശ്യാസമാഗമം മൂലമായി. വീട്ടുസാമാനങ്ങൾ ഓരോന്നു കൊണ്ടുപോയി വിറ്റു ചൂതാടിക്കളഞ്ഞു കുളിച്ചവൻ. പിന്നൊരു നാൾ ഗണികാലയ യാത്രയിൽ വന്നു ചിലതെടുത്തപ്പോൾ തടുക്കയാൽ മാതാപിതാക്കളെ ദണ്ഡിച്ചു വേണ്ട പോൽ ബോധം കെടുത്തി ഇട്ടിട്ടതിരുഷ്ടനായി. ആലയ സാധനം ഒന്നിട്ടിടാതുടൻ ആലയിപ്പിച്ചിതു വേശ്യാഗൃഹങ്ങളിൽ. തത്പിതാ കൃപണപ്രോച്ഛൈർധനഹീനോരുരോധഃ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായകഃ. ക്വത്തിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വ്യപോഹയേത് പ്രാണാം ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം.
പുത്രദുർവൃത്തികൾ കണ്ടു കണ്ടാർത്തനായി ഇത്തമത്താതനൊരിക്കൽ കരഞ്ഞുപോയി. കഷ്ടമേ ദുഷ്ടനാം പുത്രൻ ജനിപ്പതിൽ ശ്രേഷ്ഠം ജനിക്കാതിരിപ്പതോ താൻ ദൃഢം. എങ്ങു പോകേണ്ടു ഞാൻ എങ്ങിരിക്കേണ്ടതിത്തുങ്കവ്യഥ ശമിപ്പിക്കുന്നതേതൊരാൾ. ദുഃഖം സഹിക്കാൻ അരുതിക്കണക്കിനി പോക്കിടാം വല്ല വിധത്തിലും ജീവനേ. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാനസംയുതഃ ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. അസാരഃ ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹകഃ സുതഃ കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലധേ നിശം. ജ്ഞാനിയായിടുന്ന ഗോകർണൻ അപ്പോഴസ്ഥാനത്തിലെത്തി പിതൃദുർഘടസ്ഥിതി കണ്ടു വൈരാഗ്യമാർഗം പ്രദർശിപ്പിച്ചു. വേണ്ട പോലുള്ള വിവേകമുണ്ടാക്കിനാൻ. എത്ര നിസ്സാരമീ സംസാരമോർക്കുകിൽ അത്തലും മോഹവും ഏറ്റുന്നിദേവനും. ആരുടെ തന്തനൻ ആരുടെ സമ്പത്തിതോരുകിൽ ഇതുകളോടെന്തു സംബന്ധമാം. കത്തിജ്വലിക്കുന്നിതെപ്പോഴും സ്നേഹവാൻ ധാത്രീ സുരമണേ താത മഹാമതേ. നച്ചേന്ദ്രസ്യ സുഖം കിഞ്ചിത് ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്തജീവിനഃ. മുഞ്ചാജ്ഞാനം പ്രചാരൂപം മോഹദോ നരകേ ഗതിഃ നിബദിഷ്യതി ദേഹോയം സർവം ത്യക്ത്വാ വനം വ്രജ. സൗഖ്യം തരിമ്പുമിൽ ഇന്ദ്രനും മഹീചക്രമടക്കിയ ചക്രവർത്തിക്കുമേ. പിന്നെ അതുള്ളതു സംസാര ദുഃഖത്തിൽ നിന്നു മൊഴിഞ്ഞൊരേകാന്ത മുനിക്കുതാൻ. താതൻ അതിനാൽ ഇതാനീം സുതസ്നേഹജ്ഞാതമജ്ഞാനമശേഷം ത്യജിക്കണം. പുത്രാദ്യഭിമാനമജ്ഞത മൂലമായി എത്തുന്ന താഴ്ത്തുന്നഹോ നരകത്തിലും. പ്രാരബ്ധ കർമാവസാനത്തിലീയുടൽ പാരിൽ പതിച്ചു പോമില്ലൊരു സംശയം. എന്നതിനാൽ ഭവാൻ സർവവും സഞ്ചരിച്ചിന്നു തന്നെ വനത്തിനു പോയിടണം. തദ്വാക്യം തു സമാകർണ്യ ഗന്ധുകാമഃ പിതാ ബ്രവീദ് കിം കർത്തവ്യം വനേ താത തത്വം വദ സവിസ്തരം. അന്ധകൂപേ സ്നേഹപാശേ ബദ്ധപങ്കുരഹം ഷഡഃ കർമ്മണാ പതിതോ നൂനം മാമുദ്ധര ദയാനിധേ. ആ വാക്കു കാര്യമായി കൈക്കൊണ്ടു കാനനം ആവസിപ്പാൻ വെമ്പി ഓതിനാൻ ഭൂസുരൻ. നന്ദന കാട്ടിയിലണഞ്ഞു ഞാൻ വേണ്ടതെന്തെന്നതും സ്തരിച്ചെന്നോട് ചൊല്ലുക. സ്നേഹപാശാബദ്ധനായ അന്ധകൂപത്തിൽ ആഹന്ത പങ്കുവുമായി ഷടനാമിവൻ. കർമ്മദോഷത്താൽ പതിച്ചുപോയി വിധം എൻ മകനെ കനിഞ്ഞെന്നെ കരേറ്റുക. ഗോകർണ ഉവാച ദേഹേസ്തി മാംസരുതിരേഭിമതിം ത്യജത്വം ജായാസുധാദിഷു സുധാ മമധാം വിമുഞ്ച പശ്യാനിശം ജഗദിദം ക്ഷണഭംഗനിഷ്ടം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠഃ. ഗോകർണൻ പറഞ്ഞു, തള്ളണമാത്മാഭിമാനമിദ്ദേഹത്തിലുള്ള തദസ്ഥിമാംസാസൃഗ്യു നിർമ്മിതം. തീരെ ത്യജിക്ക മമത്വം സുതാദിയിൽ വൈരാഗ്യഭക്തികൾ നിത്യം വളർത്തുക. ഇപ്രപഞ്ചം ക്ഷണഭംഗുരമാണെന്ന തുൾപ്പൂവിലെപ്പോഴും ചിന്തിച്ചു കൊള്ളുക. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത്വാ സേവാകദാരസമഹോ നിതരാം പിബത്വം. സക്തിയും ധർമ്മത്തിനന്യധർമാദ്യനാസക്തിയുമേറ്റം വിഷയവിരക്തിയും അന്യഗുണദോഷചിന്താവിമുക്തിയും ധന്യമാമീശ കഥാമൃതഭുക്തിയും സാധുജനൗക സംസേവന ശക്തിയും സ്വാധീനമാക്കണമങ്ങവിളംബിതം. ഏവം സുദോക്തിവശദോപി ഗൃഹം വിഹായ യാദോ വനം സ്ഥിരമധിർഗതഷഷ്ടിവർഷഃ യുക്തോ ഹരേരനുദിനം പരിചര്യയാസൗ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. എന്നിങ്ങനെ നിജ ഗോകർണനന്ദനൻ ചൊന്നവാക്യം കേട്ടുറപ്പിച്ചു മാനസം. ഷഷ്ടിവയസ്കനാമാത്മദേവദ്വിജൻ പെട്ടെന്നു കാനനം തന്നിൽ പ്രവേശിച്ചു.
അന്തരംഗം ചലിപ്പിക്കാതെ ഇന്ദിരാകാന്താർച്ചനയിൽ മുഴുകിയുമന്വഹം. ഭാഗവത ദശമസ്കന്ധവായന രാഗയുധമനുഷ്ഠിച്ചും വഴി പോലെ. കാലം ഹരിസേവയാലെ നയിച്ചന്ത്യകാലം ഭഗവാൻ മുകുന്ദനിൽ ചേർന്നിതേ. ശ്രീഹരയേ നമഃ. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർത്ഥോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.